അടുത്തത് ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏത്? ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്തത് സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം എന്തായിരുന്നു? സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമമായിരുന്നു ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഓൾ വൈറ്റ് കമ്മീഷൻ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? സൈമൺ കമ്മീഷൻ തന്നെയാണ്. ഓൾ വൈറ്റ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് സൈമൺ കമ്മീഷനാണ്. സൈമൺ കമ്മീഷനെ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു എന്തോന്ന്? സ്റ്റാൻലി ബാൾഡ്വിൻ ആയിരുന്നു സൈമൺ കമ്മീഷനെ ഇങ്ങോട്ട് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. സൈമൺ കമ്മീഷൻ രൂപീകരണ സമയത്ത് ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? സൈമൺ കമ്മീഷൻ രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ആര്? ബിർക്കൻഹെഡ് പ്രഭു എന്നറിയപ്പെടുന്നത്. അപ്പോൾ സൈമൺ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം എന്തുകൊണ്ടായിരുന്നു? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ആൾ വൈറ്റ് കമ്മീഷൻ എന്നാണ് ഇതിനെ അറിയപ്പെട്ടത്. ഹെൻറി ബാൾഡ്വിൻ ആണ് സൈമൺ കമ്മീഷൻ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. പിന്നെ ബിക്കൻഹെഡ് പ്രഭു ആയിരുന്നു സൈമൺ കമ്മീഷൻ രൂപീകരണ സമയത്തെ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം എന്നാണ്? സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നതാണ് 1928 ഫെബ്രുവരി 3-ന്. 1928 ഫെബ്രുവരി 3-നാണ് ആര് വരുന്നത്? സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്നത്. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? സൈമൺ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു ജോൺ സൈമൺ എന്ന് പറയുന്നത്. സൈമൺ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു ജോൺ സൈമൺ. സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സൈമൺ കമ്മീഷനിൽ അംഗമായതിനു ശേഷം പിന്നീട് ബ്രിട്ടീഷ് മന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് ആര്? ക്ലെമൻ്റ് ആറ്റ്ലി എന്ന് പറയുന്നത്. സൈമൺ കമ്മീഷനിൽ അംഗമായതിനു ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ക്ലെമൻ്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷനെ ഇന്ത്യ ബഹിഷ്കരിക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരനും പോലും ഇല്ലായിരുന്നു. സൈമൺ കമ്മീഷനിൽ എന്തില്ലായിരുന്നു? ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ഏതെന്ന് പറയുന്നത്? മദ്രാസ് സമ്മേളനം. അപ്പോൾ എന്തെന്നൊക്കെ നമ്മൾ പഠിച്ചു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്നത് ഏത് വർഷമാണ്? 1928 ഫെബ്രുവരി 3-ാണ്. സൈമൺ കമ്മീഷൻ്റെ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. സൈമൺ കമ്മീഷൻ്റെ ചെയർമാൻ ജോൺ സൈമൺ ആയിരുന്നു. സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 7 അംഗങ്ങളുണ്ടായിരുന്നു. സൈമൺ കമ്മീഷൻ അംഗമായതിനു ശേഷം പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് ആര്? സർ ക്ലെമൻ്റ് ആറ്റ്ലി എന്നറിയപ്പെടുന്നത്. പിന്നെ സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യമാണ് എന്തോന്ന്? സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്നത്. സൈമൺ ഗോ ബാക്ക് എന്ന് വെച്ചാൽ എന്തോന്നായിരുന്നു? സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്നത്. ഇനി സൈമൺ കമ്മീഷനിലെ പ്രധാനപ്പെട്ട അംഗങ്ങളായിരുന്നു ആരൊക്കെ? ജോൺ സൈമൺ, ക്ലെമൻ്റ് ആറ്റ്ലി, ബെർണർ ഹാർട്ട്ഷോൺ, എഡ്വേർഡ് കഡോഗൻ, ഡൊണാൾഡ് ഹൊവാർഡ്, ജോർജ് ലെയ്ൻ ഫോക്സ്, ഹാരി ലെവി ലാസണൊക്കെ. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ ലാത്തി ചാർജിൽ മരണപ്പെട്ട നേതാവാണ് ആര്? ലാലാ ലജ്പത് റായ് എന്ന് പറയുന്നത്. അപ്പോൾ സൈമൺ ഗോ ബാക്ക് എന്തായിരുന്നു? സൈമൺ കമ്മീഷൻ്റെ ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്ക് സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്നിട്ടുള്ള മുദ്രാവാക്യമാണ്. മദ്രാസ് സമ്മേളനത്തിലാണ് എന്ത് ചെയ്തത്? സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രമേയം പാസാക്കിയത്. മദ്രാസ് സമ്മേളനത്തിലാണ്. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. പിന്നെ സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ ലാത്തി ചാർജിൽ മരണമടഞ്ഞ വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആര്? ജെയിംസ് എ സ്കോട്ട് എന്ന് പറയുന്നത്. മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരായ പ്രകടനം നയിച്ചത് ആരായിരുന്നു? ടി പ്രകാശമായിരുന്നു. നമ്മുടെ ആന്ധ്ര
ആന്ധ്രയുടെയൊക്കെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ടി പ്രകാശം എന്ന് പറയുന്നത്. ഇനി സൈമൺ കമ്മീഷനുമായി സഹകരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച അഖിലേന്ത്യാ സഹകരണ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആര്? സി ശങ്കരൻ നായർ. അത് നമുക്ക് അടുത്തതിൽ പഠിക്കാം. അപ്പോൾ മദ്രാസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രമേയം പാസ്സാക്കിയത്. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ വരുന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്നത്. ഇതിനെ തുടർന്നിട്ട് എന്ത് ചെയ്തതാണ്? തുടർന്ന് പോലീസിൻ്റെ ലാത്തി ചാർജിൽ മരണപ്പെട്ട നേതാവാണ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായുടെ മരണത്തിന് കാരണമായ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് എ സ്കോട്ട് എന്ന് പറയുന്നത്. പിന്നെ മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരായ പ്രകടനം നയിച്ചത് ടി പ്രകാശമായിരുന്നു. സൈമൺ കമ്മീഷനുമായി സഹകരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച അഖിലേന്ത്യാ സഹകരണ കമ്മിറ്റിയുടെ ചെയർമാനാണ് സി ശങ്കരൻ നായർ. സൈമൺ കമ്മീഷൻ തിരികെ പോയ വർഷമാണ് 1929. സൈമൺ കമ്മീഷൻ തിരികെ പോയത് എന്നാണ്? 1929 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് 1930 മെയ് 27. സൈമൺ കമ്മീഷൻ എന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? 1930 മെയ് 27 റിപ്പോർട്ട് സമർപ്പിച്ചത്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ എന്നിവയിലെ പ്രതിനിധികളെ വിളിച്ചു ചേർത്ത് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടത്തി. ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി 1927 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ബട്ട്ലർ കമ്മിറ്റി. എന്താണ് കമ്മിറ്റിയുടെ പേര്? ബട്ട്ലർ കമ്മിറ്റി. എന്തോന്ന് ചെയ്തു? ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി 1927 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ബട്ട്ലർ കമ്മിറ്റി. അപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞ് മദ്രാസിലായിരുന്നു നമ്മുടെ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള നിയമം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത്. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ വരുന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. പിന്നെ ഇതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട സ്വാതന്ത്ര്യസമര നേതാവാണ് ലാലാ ലജ്പത് റായ് എന്ന് പറയുന്നത്. പിന്നെ ലാലാ ലജ്പത് റായുടെ മരണത്തിന് കാരണമായ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് എ സ്കോട്ട്. മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെ പോരാട്ടങ്ങൾ നയിച്ചത് ടി പ്രകാശമായിരുന്നു. 1929 സൈമൺ കമ്മീഷൻ തിരികെ പോകുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1930 മെയ് 27. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി 1927 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ബട്ട്ലർ കമ്മിറ്റി.